ബി ഫാം ടെക്കിനൊപ്പം കൈകോർക്കൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം. അവരുടെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പോത്താനിക്കാട് ഹണിഗ്രാം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു ഓൺലൈൻ ആപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇനി മുമ്പോട്ടുള്ള കാലത്ത് കാർഷിക വൃത്തിയെ, കൃഷിയെ കൂടുതൽ ആദായകരവും അല്ലെങ്കിൽ സസ്റ്റൈനബിൾ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാർഷിക മേഖലയിലേക്ക് ടെക്നോളജിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടെക്നോളജി ഇൻ്റഗ്രേഷനാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രഥമമായ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. കാർഷിക മേഖലയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് മാത്രമല്ല, അതിൻ്റെ സാമ്പത്തിക സാധ്യത വളരെ വലുതാണ്, പ്രത്യേകിച്ച് ഇന്ന് കേരളത്തെ സംബന്ധിച്ച്. കാരണം നമ്മൾ മഹാഭൂരിപക്ഷം ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. അതിൻ്റെ ഒരു കോസ്റ്റ്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്, അതിൻ്റെ ഒരു റിപ്രക്കഷൻ, അത് എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി വളരെ വലുതാണ്. സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമ്മളെ ബാധിക്കുന്ന ആ ഒരു ഇതിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടും കാർഷിക മേഖലയെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവാതെ നിൽക്കുന്ന ഒരു സംവിധാനത്തോട് തീർച്ചയായിട്ടും നമ്മൾ അവരെ സെൻസിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ അത് അത്രയും കോൾഡ് റെസ്പോൺസ് ഉള്ളപ്പോഴും നിങ്ങളിതുപോലെ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തതിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ബി ഫാം ടെക് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കർഷകന് തൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിനുള്ള മാർക്കറ്റ് തേടി പോകേണ്ടതില്ല. അതുപോലെ തന്നെ കസ്റ്റമർക്ക് തനിക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒരു വിരൽത്തുമ്പിൽ കിട്ടും വിധം ഈ ആപ്പ് നിങ്ങളെ സഹായിക്കുന്നു. ഇതിലൂടെ കർഷകന് തൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നു. ബി ഫാം ടെക്കിനൊപ്പം കൈകോർക്കൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം. എല്ലാ കൃഷി ചെയ്യുന്ന ആളുകളും ഞങ്ങൾ എന്ത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്കൊന്ന് വിറ്റ് തരാമോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ആപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ ഈ ആപ്പ് എന്ന് പറയുന്നത് ഈ കർഷകരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ആമസോണിലൊക്കെ വാങ്ങണ പോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കസ്റ്റമറുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും അത് വാങ്ങാനുള്ള ആളുകൾ ഈ ആവോലി പഞ്ചായത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറി കടകളുണ്ട്. ആ പച്ചക്കറി കടകളിലെല്ലാം വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ കർണാടകയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ എല്ലാ പച്ചക്കറി കടകളിലും വിൽക്കുന്നത്. ഇവിടുത്തെ ആളുകളുടെ ഉൽപ്പന്നം ഈ പച്ചക്കറി കടകളിലൂടെ വിറ്റഴിക്കുന്നില്ല. അപ്പോൾ നല്ല ഉൽപ്പന്നം കിട്ടിയാൽ ഇവിടെ ഇഷ്ടം പോലെ വാങ്ങാൻ ഇഷ്ടം പോലെ കസ്റ്റമറുണ്ട്. അപ്പോൾ ആ കസ്റ്റമറിലേക്ക് നമ്മുടെ ഉൽപ്പന്നം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ആപ്പിൻ്റെ ഉദ്ദേശം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ? ഫ്ലിപ്കാർട്ട് വഴി ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയ സാധ്യത നമ്മുടെ മുന്നിലുള്ളത് നമുക്കറിയാം. ഇപ്പോൾ 10 രൂപയുടെ ഒരു സാധനം വാങ്ങുന്നതിന് ഉടനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. അത് പ്രത്യേകിച്ചും ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ നമ്മളിപ്പോൾ വാങ്ങുന്നത് ഓൺലൈൻ മാർക്കറ്റിലൂടെയാണ്. അപ്പോൾ ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഈ കാർഷിക രംഗത്തും തുറന്ന് ഇട്ടിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ബി ഫാം ടെക്കിനൊപ്പം കൈകോർക്കൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം.